ഈ വാർത്ത ശരിയാണെങ്കിൽ വളരെ അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു വിവരമായിട്ട് വേണം കരുതാൻ വേണ്ടി. എന്താ കാരണം എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ എതിർക്കില്ല, ഒരു കാരണവശാലും സംസ്ഥാനം ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്നാണ് ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അത് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വിലയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ കോടതിയിൽ നടന്നതെന്ന് അറിയില്ല. മാത്രമല്ല, ഈ എതിർക്കുക എന്ന് പറയുന്നത് പ്രോസിക്യൂഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ചുമതലയാണെന്നുള്ള രീതിയിലുള്ള ചില വാദങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ശരിയല്ല. എത്രയോ കേസുകളിൽ പ്രോസിക്യൂഷൻ ഒരു കാരണവശാലും എതിർക്കാതിരുന്നിട്ടുണ്ട്. ചിലപ്പം ബെയിലിനെ അനുകൂലിച്ചിട്ട് പോലുമുണ്ട്. സുപ്രീം കോടതിയിൽ പോലും പിന്നെ ബെയിൽ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്. ഈ ഒരു കേസ് കള്ളക്കേസാണെന്നും ഇതൊരു അനീതിയാണെന്നും ഇവരോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണെന്നും ഏവരും സമ്മതിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് എന്ത് ഒബ്ജക്ഷനാണ്, എന്ത് എതിർപ്പാണ് ഇതിനകത്ത് പ്രസക്തിയുള്ളത്? എന്തായാലും കോടതിയുടെ പക്കലിരിക്കുന്നൊരു കേസാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാളെ കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചൊരു തീരുമാനം വരും എന്നുള്ള പ്രതീക്ഷയിൽ പ്രിയംപ്റ്റ് ചെയ്തിട്ട് ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ സംശയിച്ച പോലെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഒരുപാട് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. എന്താ കാരണം വെച്ചാൽ ഇവിടെയുള്ള പല വലതുപക്ഷ തീവ്ര സംഘടനകളും അവരുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞങ്ങളിവിടെ കഴിയുകയാണ്.